നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി ചേച്ചിയും കൂടെ അറിഞ്ഞോണ്ടാണോ ആന്റി ഇങ്ങനെ ചെയ്തത്? എന്റെ ചേച്ചി ഒരിക്കലും എനിക്ക് വിലയിടില്ലെന്നറിയാം. എന്നാലും ചേച്ചിയുടെ ഈ മൗനം കാണുമ്പോ എനിക്കൊരു പേടി. പറ ചേച്ചി, ചേച്ചിയും കൂടെ അറിഞ്ഞോണ്ടാണോ ഇങ്ങനെ ചെയ്തത്? അത് ശരി, അപ്പൊ ചേച്ചിക്ക് ഇത് അറിയാമായിരുന്നല്ലേ? എന്നാ പിന്നെ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ചേച്ചി. എനിക്കൊന്നും പറയാനുമില്ല. മോളെ, മാമി നിക്ക്. ആന്റി, എനിക്കൊന്നും പറയാനില്ല. മോളെ പ്ലീസ്, ആന്റി പറയുന്നൊന്ന് കേക്ക്. നീ വെറുതെ നിന്റെ ചേച്ചിയെ സൂര്യ സംശയിക്കണ്ട. ഞാനാ അംബാലികയുടെ കയ്യിൽ ചെക്ക് കൊടുത്ത് ഏൽപ്പിച്ചത്. അതും അംബാലിക ചോദിച്ചതുകൊണ്ട്. പെട്ടെന്ന് അംബാലിക എന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചപ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല അത് സ്വന്തം മരുമോൾക്ക് വിലപേശാനാണെന്ന്. എന്നോട് അംബാലിക കോടികളാ പ്രതിഫലമായി ചോദിച്ചത്. അതുകൊണ്ടാ നിനക്കിഷ്ടമുള്ളത് എഴുതിയെടുക്കാൻ പറഞ്ഞ് ഞാൻ ബ്ലാങ്ക് ചെക്ക് കൊടുത്തത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അംബാലിക നിനക്ക് വേണ്ടി വില പേശിയത്. അമ്മ പിന്നെന്താ ഞങ്ങളോട് വിവരം പറയാറുന്നത്? എടാ, ഞാൻ വരുമ്പോ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയാനിരിക്കായിരുന്നു. അപ്പോഴാ ഭാമ വന്നത്. ഭാമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. നിനക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണോന്ന് ഇവിടെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷേ അതൊരിക്കലും നിന്റെ മാതൃത്വത്തിനുള്ള വിലയായിരുന്നില്ല. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു ചേച്ചി. ഈ ചെക്ക് എന്റെ മുന്നിലേക്ക് നീട്ടിയിട്ട് ആ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? നീ കഷ്ടപ്പെടാൻ പോകുന്നതിന്റെ പ്രതിഫലമാണ് ഈ ചെക്കെന്ന്. നിൽക്കുന്ന നിൽപ്പില് ഭൂമി താഴ്ന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി ചേച്ചി. നീ കരയാതെ മോളെ. അംബാലിക എന്റെ നിനക്കറിയാലോ, അവരിങ്ങനെയൊക്കെ മനസ്സിൽ കണ്ടിട്ടാവും നിന്നെ ഇതിനായി പ്രോത്സാഹിപ്പിച്ചത്. മോളെ, നീ ആന്റിയെ വിശ്വസിക്ക്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എന്നോട് ക്ഷമിക്ക്. നിനക്ക് ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിക്കാം. അയ്യോ ആന്റി, എന്താ ഇത്? ആന്റി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? മോളെ, ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ പുണ്യാണ് നീ. ആ നിനക്ക് വിലയിടാൻ മാത്രം ഞങ്ങൾ ആരും വിവരദോഷികളല്ല. ഇത്രയും വലിയൊരു ത്യാഗം നീ ചെയ്യുമ്പോ പകരം നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ വിഷമിച്ചു എന്നുള്ളത് നേരെ. പക്ഷെ അതൊന്നും നിനക്ക് വേണ്ടിയുള്ള വിലപറച്ചിലായിരുന്നില്ല. അതെ മോളെ, ഇതിപ്പോ ആരും പ്രതീക്ഷിക്കാത്തതാ സംഭവിച്ചത്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. അയ്യോ, അത് വേണ്ട മോളെ. പണത്തോടുള്ള അംബാലികയുടെ ആർത്തിയാണ് ഇതിനൊക്കെ കാരണം. മോളെ, ഇനി ഈ വിഷയത്തിന്റെ പേരിൽ ഒരു സംസാരം നടന്ന പിന്നെ അംബാലിക
നിന്നെ ഈ കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഇതൊക്കെ അമ്പാലിക കരുതിക്കൂട്ടി ചെയ്യുന്നതാ. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ട് നിന്നാ മതി. ഒന്നാമത് അഭിയു ഇവിടെ ഇല്ലാത്തതാ. സത്യം പറഞ്ഞ അമ്പാലികയെ കണ്ട ഒരു നന്ദി വാക്ക് പറയണമെന്ന് കരുതിയിരിക്കുമ്പോഴാ എന്നെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞത്. പക്ഷേ കാണണമെന്ന് പറഞ്ഞത് കാശിന് വേണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തൽക്കാലം നീ ഈ വിവരം വീട്ടിലൊന്നും അറിയിക്കണ്ട. ഇതിവിടെ തീരട്ടെ. ഞാൻ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അമ്മ തന്നെ ആദ്യം ഈ വിവരം അറിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഈശ്വര, സേതുവേട്ടൻ ഇനി ഇത് വിഷയാക്കുമെന്ന എന്റെ പേടി. സേതുവേട്ടനോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം, പ്രശ്നത്തിനൊന്നും പോണ്ടെന്ന്. ആര് പറഞ്ഞാലും അമ്പാലിക ആന്റിയോട് വഴക്ക് കൂടാൻ സേതുവേട്ടനൊരു ചാൻസ് കിട്ടിയാൽ എന്തായാലും പോവും. അത്രയ്ക്ക് വെറുപ്പാ സേതുവേട്ടൻ അവരോട്. ഇതിങ്ങനെയൊക്കെ വരുമെന്ന് ഞാനും കരുതിയിരുന്നില്ല മോളെ. ഞാൻ വിചാരിച്ചു അമ്പാലിക ഈ കാശിന്റെ കാര്യം രഹസ്യമാക്കി വെക്കുന്ന. അതാ ആന്റി ഞാൻ സൂര്യയോട് നേരത്തെ ഈ വിവരം പറഞ്ഞത്. ആ ആന്റി മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടാ ഭാമയെ പ്രോത്സാഹിപ്പിച്ചത്. ഇനിയിപ്പോ അമ്പാലിക ഭാമയെ പിന്തിരിപ്പിക്കോ? അതൊന്നും ഇനി നടക്കില്ല ആന്റി. എനിക്ക് അബിയുടെ സമ്മതം മാത്രം മതി. മോളെ, തുടക്കത്തിലെ എങ്ങനെയാണെങ്കിൽ അവരെ സൂക്ഷിക്കണം ഭാവന. അങ്ങനെയാണെങ്കിൽ നമുക്കപ്പം നോക്കാം സൂര്യ. മോള് വാ, കുറച്ചു നേരം ഇവിടെ വന്നിരിക്കും. വാ. ചെല്ലു. കണ്ടോ സൂര്യ അമ്പാലിക ആന്റിയുടെ ബുദ്ധി? ഇത് അവരുടെ ബുദ്ധി ആയിരിക്കില്ല ഭാവന. ഇതിന്റെ പിന്നിൽ ആ അനിരുദ്ധനം കാണും.